എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പെറോട്ട, നാൻ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായി 1/4 കപ്പ് നിലക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പീനട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നിലക്കടല നല്ല പോലെ ഒന്ന് വറുത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കി മാറ്റണം. ഇനി എള്ള് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എള്ള് ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ റോസ്റ്റായി വരുന്നതാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, നല്ല ജീരകം. അതുപോലെ 1 ടീസ്പൂൺ നിറയെ മുഴുവൻ മല്ലിയും ചേർത്ത് കൊടുക്കാം. മുഴുവൻ മല്ലി ഇല്ലാത്തവർ പൊടികൾ ചേർക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ദാ എള്ളിൻ്റെ കളറും എല്ലാം ചെറുതായിട്ടൊന്ന് ചേഞ്ചായി നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. എപ്പോഴും നിലക്കടല റോസ്റ്റായതിന് ശേഷം വേണം എള്ളും ബാക്കി സാധനങ്ങളും ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ എള്ളെല്ലാം കരിഞ്ഞു പോകും നിലക്കടല റോസ്റ്റായി വരുമ്പോഴേക്കും. ഇപ്പോൾ ഇതാ റോസ്റ്റ് ആയതെല്ലാം ഒരു പാത്രത്തിലോട്ട് ഞാനൊന്ന് തണുക്കാനായി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ 1/2 കപ്പ് തേങ്ങ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. തേങ്ങയും ബ്രൗൺ കളറൊന്നും ആകണ്ട, അതിൽ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ തേങ്ങയിലെയും വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതും പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇതാ അതും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് നിരത്തിയിട്ടാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. എൻ്റെ സൗണ്ട് കുറച്ച് പോയിരിക്കുവാണ്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുഴുവൻ മിക്സിയിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് ഉണ്ടാക്കാനേ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകവും കടുകും എല്ലാം നല്ല പോലെ ഒന്ന് പൊട്ടി മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലോട്ട് 2 ചെറിയ സവോള പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ സവോളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാകും. ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. സവോള കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ സവോള നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറൊന്നും ആകണ്ട, അത് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഈ ഒരു കളറൊക്കെ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ മല്ലി ചേർക്കാത്തവർ ഈ സമയത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി പൊടികളെല്ലാം പച്ചമണം മാറുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ല പോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ അതും കൂടി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പേസ്റ്റും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ കറി ഉണ്ടാക്കാൻ നമുക്കൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാനാണ്. ഒരു 5-8 മിനിറ്റെങ്കിലും എടുക്കും ഈ പേസ്റ്റ് നമ്മൾ ചേർത്തത് ഒന്ന് അരച്ച് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അത് മസാലയുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല പോലെ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ പാനിയിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവത്തിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനായിട്ടൊരു 5-8 മിനിറ്റെങ്കിലും എടുക്കും. നിങ്ങൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് കറിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ലൂസായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തിക്കായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി നല്ല പോലെ ആ പേസ്റ്റുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കുറച്ച് ഇതുപോലെ കട്ടിയായിരിക്കും നമ്മൾ അരച്ച അരപ്പ് ഇതുമായിട്ടൊന്ന് മിക്സ് ആകാനായിട്ട്. അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറുകി വരുന്ന ഒരു കറിയാണ്. നമ്മൾ ചേർത്തിരിക്കുന്ന പീനട്ടും എള്ളും തേങ്ങായും എല്ലാം ഇരിക്കും തോറും കുറുകി വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ദാ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഗ്രേവി ഉണ്ടാവുക. കുറച്ചും കൂടി തിക്കായിട്ട് വരും ഇരിക്കും തോറും. അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുന്നത് വിട്ട് കളയരുത്, അത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഒരു 3 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി അടച്ചു വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതിയാകും. അത് വേവുന്ന സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുക്കാം. ഇടയ്ക്ക് കറി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ഗ്രേവി നല്ല തിക്കായതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. തക്കാളി വേവാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല. ഒരു 3-4 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് ചാറെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം മതിയാകും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ആ മസാല വഴറ്റുന്ന ഒരു സമയം മാത്രമേ ഈ കറിക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ പുളിവെള്ളം ഒരു 1/4 കപ്പ് എടുത്തതിൽ 3/4 ഭാഗമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടച്ചു വെച്ചാൽ പുളിവെള്ളം കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്നില്ലെങ്കിൽ 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും പുളിയെല്ലാം പാകമാണോ എന്ന് നോക്കാം. ഇപ്പം തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കുറവാണെങ്കിൽ അതനുസരിച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, പുളിയെല്ലാം പാകമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡിയായി. ഇനി ഇത് അടച്ചൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം എടുക്കാം. ഇപ്പോൾ ഇതാ ചെറുതായി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ചെറുതായി ഒന്ന് തണുത്തപ്പോഴേക്കും കറി നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഞാനിതൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റിയെന്നാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കുമാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം എരിവ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് പൊറോട്ട ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എരിവ് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതിയാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്